ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ നടുക്കുന്നൊരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. പാലക്കാട് ജില്ലയിലെ വാളയാറിലെ അട്ടപ്പള്ളത്ത് രാംനാരായണൻ എന്ന ഛത്തീസ്ഗഡ് സ്വദേശിയെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അടിച്ചു കൊന്നു. ശരീരത്തിൽ മുറിവേൽക്കാത്തൊരു ഭാഗവുമില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഏതാണ്ട് 40-ലേറെ മുറിവുകൾ ആ മനുഷ്യൻ്റെ ശരീരത്തും പറ്റിയിരിക്കുന്നു. കേരളത്തിൽ ഇതാദ്യമായിട്ടല്ല ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നത്. ഇതിനൊരു ആൾക്കൂട്ട കൊലപാതകം എന്നാണോ പറയേണ്ടതെന്ന കാര്യം നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. നേരത്തെ ഒരു 4-5 വർഷം മുമ്പ് അട്ടപ്പാടിയിലെ ആദിവാസിയായിരുന്ന മധു ഇത്തരത്തിൽ ആൾക്കൂട്ടത്തിൻ്റെ ക്രൂരമായ അതിക്രമം മൂലം കൊല്ലപ്പെടുകയുണ്ട്. ഇത്തരത്തിൽ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ സംഭവം കേരളത്തെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കില്ല. പക്ഷേ ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നാം വേദനയോടെ പറയേണ്ടി വരുന്നത് കേരളവും അതേ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ഒരു മാറ്റമുണ്ടായത്, അല്ലെങ്കിൽ ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഒരു രാഷ്ട്രീയ പരിസരം എന്താണ് എന്ന വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. ആ സംഭവത്തെക്കുറിച്ചല്ല. ആ സംഭവം കേസായി മാറിയിരിക്കുന്നു, നടപടികളുണ്ടാകണം. 5 പേരോളം അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാനുള്ളത് മാധ്യമപ്രവർത്തകനായ ശ്രീജിത്ത് ദിവാകരനാണ്. ശ്രീജിത്ത്, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ശ്രീജിത്ത്, ഈ സംഭവം 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ സംഭവം നടന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മനസാക്ഷിയെ നടുക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ നടുക്കിയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം വ്യാപകമായൊരു പ്രതിഷേധമോ വ്യാപകമായ ഒരു രോഷപ്രകടനമോ എന്നും പല സംഭവങ്ങളിലെ പോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും ഛത്തീസ്ഗഡിൽ നിന്ന് തൊഴിൽ തേടി വന്ന ഒരു മനുഷ്യനെയാണ് ഒരു കൂട്ടം ആളുകൾ തല്ലിക്കൊന്നത്. ഇന്ന് ഏതാണ്ട് 15 പേരോളം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഈ കസ്റ്റഡിയിലെടുത്തവർ അറസ്റ്റ് ചെയ്യപ്പെട്ട 5 പേരിൽ 4 പേർ BJP പ്രവർത്തകരാണ്. അവരുടെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. തീർച്ചയായും അവരുടെ രാഷ്ട്രീയത്തിന് പ്രാധാന്യമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് എന്തുകൊണ്ടാണ് ഇത്തരമൊരു രാഷ്ട്രീയ പരിസരം സൃഷ്ടിക്കപ്പെടുന്നത്? കേരളം പോലൊരു സ്ഥലത്ത് ഈ നിസ്സഹായനായൊരു മനുഷ്യനെയാണ് പലതവണ അടിച്ച് ഏതാണ്ട് 40ഓളം മുറിവുകളേറ്റുവെന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞത്. ഇത്രയും ക്രൂരമായി മനുഷ്യനോട് പെരുമാറാൻ കഴിയുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? പ്രത്യേകിച്ച് അയാളോട് ചോദിച്ച് കൊല്ലുന്നത് നീ ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിച്ചാണ് നിരന്തരമായി അടിക്കപ്പെടുന്നത്. ഈ 5 BJP പ്രവർത്തകർ എന്നതിനപ്പുറം ഈ നീ ബംഗ്ലാദേശിയല്ല എന്ന ചോദ്യത്തിലാണ് നാം നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം അടങ്ങിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീജിത്ത്, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും നേരത്തെ സുനിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ നമ്മൾ ആൾക്കൂട്ട കൊലപാതകം എന്നാണോ പറയേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാരണം ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിയോ അല്ല ഇപ്പോൾ നമ്മൾ ഈ കേട്ടിടത്തോളം ഇത് മനസ്സിലാക്കിയിടത്തോളം ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് മറിച്ച് തികച്ചും വംശീയമായ ഒരു കൊലപാതകമാണ്. നമുക്കിപ്പോൾ കേരള സൊസൈറ്റിയുടെ ഒരു വേരുകളില് ഈ അന്യ നാട്ടുകാരോട് അല്ലെങ്കിൽ പുറം നാട്ടുകാരോടുള്ള ഒരു തരത്തിലൊരു പ്രശ്നം എല്ലാ കാലത്തും കിടക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അത് ഈ തമിഴ്നാട്ടുകാരോടുള്ള പെരുമാറ്റത്തിലായിക്കോട്ടെ, അവരുടെ വിശേഷിപ്പിക്കുന്നതായിക്കോട്ടെ, തൊഴിൽ തേടിയെത്തുന്ന ആളുകളോട് എല്ലാവരോടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ഒരു അകലം ഉണ്ട് എന്നും നമുക്കൊരു പ്രശ്നമുണ്ട് എന്നും നമുക്കറിയാം. അതേസമയം ഏറ്റവും കൂടുതൽ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകളുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. എന്നാൽ പോലും ഇത്തരം ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം നമ്മുടെ ക്യാരക്ടറിലുണ്ട്. അത് അവിടെ നിൽക്കുന്നുണ്ട്. ആ സംഭവം ഇതിനു മുമ്പുണ്ട്. പക്ഷെ ഇതിനെ നമ്മൾ കാണുന്നത് നമ്മൾ കൃത്യമായിട്ടും ഇപ്പൊ അഖ്ലാഖിന് നേരെയോ ജുനൈദിന് നേരെയോ ഉണ്ടായിട്ടുള്ള ആക്രമണം പോലെ ഇത് നമ്മൾ അല്ലെങ്കിൽ അസമിൽ ആരംഭിച്ച് ഇന്ത്യയിൽ ഉടനീളം ഉള്ള ഇപ്പൊ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ 90കളിലുള്ള NS മാധവന്റെ കഥയിൽ മുംബൈ എന്ന് പറയുന്ന കഥയിലെ അസീസിനെ തേടിയെത്തുന്ന അവിടുത്തെ ശിവസേനയുടെ പ്രവർത്തകരെ പോലെ ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റും പെരുകി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാം. ഇതിനൊരു മോഡസ് ഓപ്പറാണ്ടി, ഇതിന്റെ ഒരു രീതി നമുക്ക്
വളരെ സുവ്യക്തമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ ജേർണലിസ്റ്റ് നടത്തുന്ന കാലത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇത്. നിങ്ങൾ ഒരാളെ അയാളുടെ ഭാഷയുടെ കാര്യത്തിലോ അയാളുടെ പെരുമാറ്റത്തിലോ നോട്ടത്തിലോ ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായണൻ എന്ന പേരുള്ള ഒരാളെ അയാൾ മുസ്ലിമാണ് എന്ന് നിശ്ചയിച്ച്, അയാൾ ബംഗ്ലാദേശി ആണ് എന്ന് നിശ്ചയിച്ച് നിങ്ങൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് ഒരാൾക്കൂട്ട കൊലപാതകമല്ല, മറിച്ച് നിങ്ങൾ ഒരു വംശീയമായിട്ട് ഒരാളെ ആക്രമിച്ച് കൊല്ലാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശികളെ കൊല്ലാമോ, ബംഗ്ലാദേശികൾക്ക് നേരെ ആക്രമണം പ്രവർത്തിപ്പിക്കാമോ എന്നുള്ളത് ഒന്നുമല്ല ഇതിലൊരു പ്രശ്നം, മറിച്ച് ഇത് മനുഷ്യരെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആക്രമിച്ച് കൊല്ലാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങളുടെ മനോഭാവവും നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ സമൂഹവും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ഒരു തരത്തിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. അനുദിനം ഒരു ഹിന്ദുത്വവൽക്കരിക്കുന്ന ഒരു സൊസൈറ്റി നമുക്കുണ്ട്. നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അന്യ സംസ്ഥാനത്തോടുള്ള ഒരു പുച്ഛം പോലെ തന്നെ നമ്മുടെ രക്തത്തിൽ നമ്മുടെ വേരുകൾ ഉള്ളതാണ് ഈ ഹിന്ദുത്വയോടുള്ള നമ്മുടെ ഒരു പ്രഭവും അല്ലെങ്കിൽ ഹിന്ദുത്വവൽക്കരണത്തിൽ നമുക്കറിയാം. എത്രയോ കാലം മുൻപ് തന്നെ ധാരാളം RSS ശാഖകൾ പ്രവർത്തിക്കുന്ന, RSSന് വലിയ വേരുകളുള്ള ഒരു മണ്ണ് തന്നെയാണ് കേരളം. പക്ഷെ അതിന്റെ ഒരു എക്സ്പ്രഷൻസിനോ മാനിഫെസ്റ്റേഷനോ നമ്മുടെ സൊസൈറ്റിയിൽ അനുഭവിക്കാതിരുന്നത് രാഷ്ട്രീയമായിട്ട് അവർക്ക് ശക്തി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ 2014 ശേഷം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെ പോലെ, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ ഇത്തരം ഒരു കാര്യങ്ങൾ അനുഭവിക്കാനോ അല്ലെങ്കിൽ അവതരിപ്പിക്കാനോ ഉള്ള ഒരു ധൈര്യം ഇവർക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കാണാം, നമ്മുടെ മാധ്യമങ്ങളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ പോലീസിന്റെ ഉള്ളിൽ, നമ്മുടെ ഉദ്യോഗസ്ഥർക്കിടയിൽ എല്ലാം ഈ ഹൈന്ദവത എന്നത് വലിയ ഉടച്ചിരിക്കുന്ന അതിന്റെ പണങ്ങൾ പുറത്തേക്ക് എടുത്ത് പ്രയോഗിക്കാനായിട്ടുള്ള രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് യാതൊരു പ്രശ്നവുമില്ലാതെ അവർ അവതരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള ആരെയും തല്ലിക്കൊല്ലാവുന്ന ഒരു സ്ഥലമായി, സമൂഹമായിട്ട് ഇത് മാറുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു രീതിയിൽ ആദ്യത്തിൽ തന്നെ അറസ്റ്റൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല പിന്നീട് ഉണ്ടാവുന്നത്. ഇതൊരു സാധാരണ പ്രക്രിയയായിരിക്കും. ഇതില് നമുക്കറിയാം, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു ചെറിയ പെൺകുട്ടിയെ, ജമ്മുവിൽ ഒരു ചെറിയ പെൺകുട്ടിയെ കൊന്ന ആളുകളെ ഈ പറയുന്ന രീതിയിൽ അവരുടെ മറ്റു ബലാത്സംഗം ചെയ്ത് മുറിയിൽ അടച്ചിട്ട്, ക്ഷേത്രത്തിൽ അടച്ചിട്ട് കൊന്നിട്ടുള്ള ആളുകളെ സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ കുറ്റം ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം പറയാനായിട്ട് അവരുടെ സമൂഹത്തിലെ സ്ത്രീകളടക്കമുള്ള ഒരു ജനാവലി രംഗത്തെത്തുന്നു, അവർക്ക് വേണ്ടി പ്രകടനം നടക്കുന്നു. അതുപോലെ തന്നെ ഇതേപോലെ ജാർഖണ്ഡില് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ട് കൊന്നിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണം കൊടുക്കുന്നത് പോലെ ഇത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹം പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ തന്നെ വലിയ വലിയ ജാഗ്രതകൾ നമുക്ക് പുലർത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ശ്രീത്ത് പറഞ്ഞതുപോലെ ഇതൊരു ആൾക്കൂട്ടക്കൊല എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഞാനതാ നേരത്തെ പറഞ്ഞത്, ബംഗ്ലാദേശി അല്ലേ എന്ന ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കൊരു 1970കളിൽ ബംഗ്ലാദേശ് അഭയാർത്ഥികളെ കൈനീട്ടി സ്വീകരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരുപക്ഷെ ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പോലും ഇന്ത്യ ഗവൺമെൻറ്റിന് വലിയ പങ്കുണ്ട്. ഇന്ത്യയിൽ നിന്ന് സേനയെ അയച്ചിട്ടാണ് ആ രാജ്യത്തേക്ക് പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ചുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പാകിസ്ഥാനുമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അയൽ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൈനീട്ടി സ്വീകരിച്ച ഒരു സമൂഹം, നീ ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ച് ആളുകൾ നിരന്തരമായി ആക്രമിക്കുകയും മരണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യും. 4 മണിക്കൂറോളം അയാൾ അങ്ങനെ കിടന്നു എന്നാണ് പറയുന്നത്. ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നത് അയാളുടെ ശരീരത്തിൽ മുറിവ് പറ്റാത്ത ഒരു സ്ഥലവുമില്ല എന്നാണ്. അത്ര ഭീകരമായ ഒരു അതിക്രമമായിരുന്നു, മർദ്ദനമായിരുന്നു അയാൾക്ക് മേൽ നടന്നത്. നമ്മൾ അയാളുടെ വിഷ്വൽ കാണുമ്പോൾ അയാൾ ഒരു നിസ്സഹായത, ഒരു മനുഷ്യൻ്റെ നിസ്സഹായത കാണുമ്പോൾ, എങ്ങനെയാണ് നിസ്സഹായനായ ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്രമിക്കാൻ കഴിയുന്നത്? അത് ഏത് തരത്തിലുള്ള ഒരു മനോഭാവമാണ് ഈ ആളുകളിൽ, ഈ കൊലപാതകികളിൽ രൂപപ്പെടുത്തിയെന്നത്? അതിനൊരു രാഷ്ട്രീയവും അതിൻ്റെ ഒരു മനഃശാസ്ത്രവും സാമൂഹ്യ മനഃശാസ്ത്രവും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീത്ത് എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? തീർച്ചയായിട്ടും ആൾക്കൂട്ടത്തിന്റെ ഒരു മനഃശാസ്ത്രം എന്നുള്ളത് നമ്മൾ ഇഷ്ടംപോലെ തവണ ചർച്ച ചെയ്തിട്ടുള്ള, നമുക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മൾ എല്ലാ ഒരു പ്രദേശങ്ങളിലും, ഈ പറയുന്ന രീതിയിൽ വംശഹത്യ നടക്കുന്ന പ്രദേശങ്ങളിലും നമ്മളിത് കാണുന്നതാണ്. നമ്മളത് അസമിലെ നെല്ലിയിൽ നമ്മൾ 84 കണ്ടിട്ടുണ്ട്.
നമുക്ക് അതേ കാലത്ത് തന്നെ ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നീട് നമ്മൾ ഗുജറാത്തിൽ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ ഉത്തർപ്രദേശിന്റെ പല പ്രദേശങ്ങളിലും ഡൽഹിയിൽ തന്നെയും അത് ആവർത്തിക്കുന്നത് നമുക്ക് കണ്ടു. സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു വർഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഡൽഹിയിൽ അവസാനം നടന്ന കലാപത്തിലെ ഒരു പ്രധാനപ്പെട്ട പങ്കാളികളായിട്ട് വരുന്നത് അവിടുത്തെ ഗുജ്ജർ സമുദായത്തിലെ ആളുകൾ തന്നെയാണ്, ഗുജ്ജർ ജാട്ട് സമുദായത്തിലെ അംഗങ്ങൾ തന്നെയാണ്. ഇവര് സാമൂഹ്യമായിട്ട് ആ രീതിയിൽ വളരെ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ആളുകളോ ഏതെങ്കിലും തരത്തിൽ എത്രയോ കാലമായിട്ട് ഇവിടുത്തെ നമ്മുടെ സാമൂഹ്യ വിഭവങ്ങൾ അനുഭവിച്ചു പോരുന്ന ആളുകളോ പറയുന്ന രീതിയിലുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ എന്നിട്ട് പോലും അവരെ പോലെ തന്നെ സമൂഹത്തിന്റെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ പറ്റുന്ന തരത്തിലേക്ക് ഹിന്ദുത്വം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം. അതിന് വളരെ സൂക്ഷ്മമായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ടൂളുകൾ അവർക്ക് നൽകുന്നുണ്ട്, അവർക്ക് അതിനനുസരിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം കൂടെ തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ 1971 മുതൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് വരുന്ന മനുഷ്യരെയും മുഴുവൻ ബംഗ്ലാദേശി അഭയാർത്ഥികളാണോ എന്ന് സംശയിക്കാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ. അഭയാർത്ഥികളെ കൈനീട്ടി സ്വീകരിച്ചിരുന്ന ഇന്ത്യയുടെ പഴയ ചരിത്രമെല്ലാം എത്രയോ കാലം മുൻപ് തന്നെ മറഞ്ഞു പോയിരിക്കുന്നു. 2014 ശേഷം പ്രത്യേകിച്ചും അങ്ങനെ ഒരു ചരിത്രമോ അങ്ങനെ ഒരു കാര്യമോ ഇന്ത്യക്ക് ഇപ്പോൾ ഇല്ല. നമുക്കിപ്പോ രോഹിംഗ്യ അഭയാർത്ഥികളോട് നമ്മളിപ്പോ ചെയ്യുന്നത് നമുക്കറിയാം. ബംഗ്ലാദേശി അഭയാർത്ഥികളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന അറിയാം. ഇപ്പോഴും നമുക്കറിയാവുന്ന പോലെ തന്നെ ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുതിയ മുസ്ലിങ്ങൾക്ക് അടക്കമുള്ള ആളുകൾക്ക് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം നേരിടുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായിട്ടും അയൽ രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏത് രാജ്യങ്ങളിലെയും, അതിൽ ലോകത്തിന്റെ എല്ലായിടത്തും ഒരു വളരെ സ്വാഭാവികമായ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന കാര്യമാണ്. നിങ്ങളുടെ ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അതിർത്തിക്ക് അപ്പുറമുള്ള സ്ഥലത്തേക്ക് പോകുക എന്നത്. ഇന്ത്യക്ക് നമുക്കറിയാലോ, ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ അതിർത്തികൾ രൂപപ്പെട്ടത്. നമ്മൾ ആരും തീരുമാനിച്ച കാര്യമല്ല, ഒരു ഭൂപടത്തിന്റെ മേലെ വരച്ചുണ്ടാക്കിയതാണ് ഇന്ത്യയും പാകിസ്ഥാനോട്. ഈ ജനതകളൊക്കെ തുല്യമായിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ സഹോദര തുല്യങ്ങളായിട്ടുള്ള ആളുകളാണ്. ഈ നമുക്ക് മറ്റെല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഒരു ഭൂരിപക്ഷം ജനങ്ങളും എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് 1948 അല്ലെങ്കിൽ അക്കാലത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും പിന്നീട് ബംഗ്ലാദേശ് നമ്മൾ പേരിട്ട ആ പ്രദേശത്ത് നിന്നും ഈ പറയുന്ന കാലയളവിൽ 48-ലും 71-ലും 71 കാലഘട്ടത്തിലുമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് അവിടെ സ്വാഭാവികമായിട്ടുള്ളത്. ഇവിടെ നിന്ന് പല ആളുകളും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ഇതിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മുഴുവൻ ബംഗ്ലാദേശികൾ എന്നുള്ളത് ഈക്വൽസ് ടു മുസ്ലിംസ് എന്നാക്കുക, മുസ്ലിങ്ങൾ എന്നുള്ളത് നുഴഞ്ഞുകയറ്റക്കാരാക്കുക എന്നുള്ളത് പ്രധാനമന്ത്രി അടക്കമുള്ളവര് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും കയറ്റുന്ന ഒരു തന്ത്രമാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരെ ഇതര ഒരു സമൂഹത്തിലെ ആൾക്കാരാക്കി മാറ്റുക, അവരെ പുറം നാട്ടുകാരും നുഴഞ്ഞുകയറ്റക്കാരുമാക്കി മാറ്റുക, അവരെ അങ്ങനെ ലേബൽ ചെയ്യുക, അങ്ങനെ അവരെ തല്ലിക്കൊല്ലുക എന്നുള്ളൊരു രീതി ഇപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിന്റെ നമ്മുടെ ഭരണത്തിന്റെയും ഭാഗമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പോലീസിലേക്കും ഉദ്യോഗസ്ഥ തലത്തിലേക്കും ഇത്തരം ഒരു മനോഭാവം എത്തിപ്പെടുന്നതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് കേരളത്തിൽ ഇത്തരം രീതിയിലുള്ള മനുഷ്യരുടെ മേൽ കൈവയ്ക്കാനായിട്ട് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്കോ അല്ലെങ്കിൽ ആ ഹിന്ദുത്വ മനസ്സിനും, അവരെല്ലാവരും BJP-ക്കാരായിക്കോണമെന്നില്ല, പക്ഷെ അവരുടെ മനസ്സിനകത്തെ ഒരു ഹിന്ദുത്വ മനസ്സിനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ആ ഹിന്ദുത്വ മനസ്സ് ഇതിനു വേണ്ടി തയ്യാറാവുന്നത് നമ്മുടെ സമൂഹം ഈ വലതുപക്ഷവൽക്കരിക്കുന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. ഈ ഭരണകൂടത്തിന് അല്ലെങ്കിൽ പോലീസിന് ഇത്തരം സംഭവങ്ങളിലുള്ള ബന്ധം ശ്രീത്തത് പറഞ്ഞു നന്നായി. ഇപ്പോൾ ഈ സംഭവത്തിൽ തന്നെ അങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഈ 25,000 രൂപ ഇവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് മൃതദേഹം ഈ സംഭവം വലിയ വിവാദമാകുന്നതിന് മുമ്പ് ഈ മൃതദേഹം കയറ്റി അയക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് പൈസ വാങ്ങി, പോലീസുകാർ പൈസ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഇപ്പം അട്ടപ്പാടിയിൽ നടന്ന മധുവിൻ്റെ കൊലപാതക കേസ് പോലെ തന്നെ പലപ്പോഴും പോലീസ് സംവിധാനം ഈ ആൾക്കൂട്ട കൊലപാതകികളെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങളെ മറച്ചു വയ്ക്കുകയോ കുറ്റവാളികളോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രശ്നം കൂടി ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലുണ്ട് എന്നെനിക്ക് സംശയമുണ്ട്. അനേകം ഇപ്പോൾ അപരൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ഒരാളാണെങ്കിൽ അവനെ തല്ലിക്കൊല്ലാം അല്ലെങ്കിൽ അടിച്ചോടിക്കാമെന്നൊരു മനോഭാവം എങ്ങനെയാണ് മലയാളിക്ക് വന്ന് പെട്ടതെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്.
ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു സംസ്ഥാനം കേരളമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാകാനാണ് സാധ്യത. കാരണം ഈ കേരളത്തിൻ്റെ നിലനിൽപ്പ് പോലും പ്രവാസങ്ങളിലൂടെയും കുടിയേറ്റങ്ങളിലൂടെയും ഒക്കെയാണ്. ആഭ്യന്തരവും അല്ലാത്ത വൈദേശികമായ കുടിയേറ്റങ്ങളിലൂടെയാണ് കേരളം ഒരവസ്ഥയിലേക്ക്, സാമ്പത്തികമായി മെച്ചപ്പെട്ട, സാമൂഹികമായി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെയുള്ള ഒരു ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അയാൾ ബംഗ്ലാദേശിയാവട്ടെ, മറ്റേതെങ്കിലും സ്റ്റേറ്റുകാരനാകട്ടെ, ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ, അവൻ ദലിതനോ ആദിവാസിയോ ആകട്ടെ, അവനെ തല്ലിക്കൊല്ലാമെന്നുള്ളൊരു മനസ്സ് മലയാളിക്ക് വന്നുപെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വിഷയമായിട്ടാണ്. ശ്രീധരൻ എന്താ എനിക്ക് തോന്നുന്നതിൽ? നമ്മൾ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സംവിധാനത്തിന്റെ പ്രശ്നം നമുക്കുണ്ട്. നമുക്കറിയാലോ, എല്ലാ കാലത്തും പോലീസ് എന്ന് പറയുന്നത്, ഏത് ഭരണ കാലത്തും പോലീസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇതേപോലൊരു ഉപരിവർഗത്തിന്റെ താല്പര്യം, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക സമൂഹത്തിന്റെ താല്പര്യം, ഇതെല്ലാം ഒരു നിലനിൽക്കുന്ന ആളുകളായിരിക്കും. പ്രത്യേകിച്ചും ഈ അതിർത്തി പ്രദേശങ്ങളിൽ നമുക്ക് തന്നെ അറിയാം, ഈ എത്രയോ കാലമായിട്ട് ഈ പാലക്കാടിന്റെ അതിർത്തികള്, വയനാടിന്റെ അതിർത്തി, ഈ പ്രദേശങ്ങളിലെല്ലാം പോലീസിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവിടെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിടിപ്പുകേടുണ്ടായി എന്നുള്ളതിനെ എനിക്കിപ്പോ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും അത് വിശ്വസിക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. അത്തരം കാര്യങ്ങൾ അവർ ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ മാത്രമല്ല, നമ്മുടെ ഒരു സിസ്റ്റം, ഞാനത് നേരത്തെ ആവർത്തിക്കുന്ന കാര്യമാണ്, എന്നാൽ പോലും നമ്മുടെ ഒരു സമൂഹത്തില് മറ്റേ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ സമൂഹത്തിന്റെ ആഴത്തിലുള്ള ഒരു ചെറിയ തരം വെറുപ്പുകളും സംഭവങ്ങളും പുറത്ത് പ്രകടിപ്പിക്കാതെ വരുന്നത്, അതിനുള്ള രാഷ്ട്രീയമായിട്ടൊരു ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ആ സമൂഹത്തിലേക്ക് അത്തരം രാഷ്ട്രീയങ്ങളായിട്ടുള്ള വളർച്ചകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ക്രൂരതകൾ കാണിക്കുന്ന ആളുകൾക്ക്, നിങ്ങൾക്ക് അന്യരെ തല്ലിക്കൊല്ലുന്ന ആളുകൾക്ക് സമൂഹത്തിൽ സ്വീകാര്യതയുണ്ട് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ഇപ്പൊ 2014 കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ 5 വർഷക്കാലത്തില് ശരിക്കും പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിലൊന്നും അതിനുള്ളൊരു ധൈര്യം അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതെ, നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഇത് ആവർത്തിച്ച് നടക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. ഇതിനു മുമ്പും നമുക്ക് ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലൊരു അന്യ സംസ്ഥാനത്ത് വന്ന ഇവിടെ തൊഴിലാളിയെ നമ്മൾ കെട്ടിയിട്ട് അടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു ആദ്യത്തെ സംഭവം പോലുമില്ല കേരളത്തിൽ അത്തരത്തിലൊരു സാഹചര്യം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതില് കൃത്യമായിട്ടുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകമല്ല, മറിച്ച് ഇത് കൃത്യമായിട്ടുള്ളൊരു വംശീയ ഉള്ളടക്കമുള്ള, ഇത് നോർത്ത് ഇന്ത്യയിൽ സ്ഥിരമായി നടക്കുന്ന ഒരു തരത്തിലുള്ള മുസ്ലിം കൊലപാതകമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമെ അല്ല കൊന്നത് എന്നതിലെങ്കിൽ പോലും ഇതൊരു മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള, ബംഗ്ലാദേശ് പൗരർക്ക് നേരെയുള്ള, അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഈ പറയുന്ന രീതിയിലുള്ള ആക്രമണ സ്വഭാവമുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടകരമാണ്. ഇത് ആവർത്തിക്കാതിരിക്കാൻ മാത്രമല്ല, ഇതിനെ പൂർണ്ണമായും തടയുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം വളരെ ജാഗ്രത ഒരു സംശയം. ഇത് അപകടകരമായൊരു സാമൂഹ്യ മനഃശാസ്ത്രം കൂടി ഈ തരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു പോലീസ് നടപടികൾ കൊണ്ട് മാത്രം തടയാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്നുള്ള സംശയമുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ അനാസ്ഥ കാട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പോലീസ്, ഈ പറയുന്ന നാട്ടുകാർ എന്ന് പറയുന്ന ആളുകൾ, നാട്ടുകാർ എവിടെയൊക്കെയാണോ കൂട്ടം കൂടിയിട്ടുള്ളത്, ആൾക്കൂട്ടമായി മാറിയിട്ടുള്ളത്, അവർ അപരൻ്റെ മേലിൽ ഹിംസ നടപ്പാക്കാൻ അല്ലെങ്കിൽ അതിക്രമം നടപ്പാക്കാനുള്ള ഒരു കൂട്ടമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ളൊരു സാമൂഹിക മനഃശാസ്ത്രം കൂടെ ഈ സമീപകാലങ്ങളിലായി ഇന്ത്യയിലാകെയും, കേരളം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണെന്ന് കരുതിയെങ്കിലും കേരളത്തിലും അതിൻ്റെ ഒരു ആവേശം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ അതിനെ വിലയിരുത്തേണ്ടത്? അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ. അത് അത്തരത്തിലൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോ ഹരിയാനയില് ഒരു തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ രാജസ്ഥാനിൽ കണ്ടിട്ടുണ്ട്. മധ്യപ്രദേശിലും ജാർഖണ്ഡിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. നമുക്ക് പല പ്രദേശങ്ങളിലും നമുക്ക് ഇതിനൊരു ഒരേ
ഒരേ രീതിയിലുള്ള ഒരേ പാറ്റേൺ ഉള്ള ആ ഒരു കാര്യം നമുക്ക് കാണാം. അവിടെ കൃത്യമായി മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ചിട്ടായിരുന്നു ആക്രമിച്ചത് എങ്കിൽ ഇപ്പോൾ അഖലാഖിന്റെ നമ്മളിപ്പോ സമാധാനിക്കുക, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അഖലാഖിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് ബീഫല്ല മട്ടനായിരുന്നു എന്നുള്ളത്. അതായത് ബീഫ് ആയിരുന്നു എങ്കിൽ എന്തോ തരത്തിൽ അതിന് തല്ലിക്കൊല്ലുന്നതിൽ കുഴപ്പമില്ല. ന്യായീകരിക്കാമായിരുന്നുള്ള തരത്തിലേക്കാണ് അങ്ങനെ ഒരു മനസ്സ് പല ചർച്ചകളിൽ രൂപപ്പെട്ടു വരാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ അത്ഭുതപ്പെടുന്നത് ഇയാൾ മുസ്ലിം പോലും ആയിരുന്നില്ല എന്നതുകൊണ്ടാണ്. ഇയാളൊരു മുസ്ലിം മുസ്ലിം ആയിരുന്നുവെങ്കിൽ അല്ലാത്ത ഒരു ഒരു പക്ഷേ ഇങ്ങനെയാണോ ആ ചിന്തിക്കുമായിരുന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെയായിരുന്നു. അതെ, അത്തരത്തിലുള്ള ചർച്ചകൾ പോലും സമൂഹത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അതൊരു വളരെ കൂടിയ അപകടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഈ പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഒരു പൊതു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, തൊഴിലാളികളായിട്ട് പുറത്തുനിന്ന് വരുന്ന അത്തരത്തിലുള്ള രൂപഭാവമുള്ള ശരീരഭാഷയുള്ള മനുഷ്യരെ എല്ലാം നമുക്ക് എതിർപ്പാണ്. അവരെ പുറമെ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കണക്കാക്കുന്നത്. അവരെ വേണമെങ്കിൽ അന്യരാകാം, അന്യർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ആകാം. അതുകൊണ്ട് തന്നെ അതിനെ തല്ലിക്കൊള്ളാം എന്നൊരു സമവാക്യമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ ആ സമവാക്യത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി പോകുന്നതാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഏറ്റവും അപകടകരമായിട്ടൊരു ഒരു കാര്യം. ആ രൂപത്തിലേക്ക് കേരളം മാറാതിരിക്കണമെങ്കിൽ സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള നിതാന്ത ജാഗ്രത ആവശ്യമുണ്ട്. അതാണ് നമുക്ക് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീജിത്ത് പറഞ്ഞ പോലെ അപരനെ ശത്രുവായി കാണുന്ന, അല്ലെങ്കിൽ അവൻ ഹിംസിക്കപ്പെടേണ്ട ഒരാളായി കാണുന്ന ഒരു അവസ്ഥ, അതിൽ നിന്ന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അപരനെ സഹോദരനായി കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം മാറേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലാണ് ഈ ഒരു സന്ദേശം വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. വലിയ തോതിൽ സമൂഹം ഏറ്റെടുത്തതും ആ സന്ദേശമായിരുന്നു. പക്ഷേ ഇന്ന് പലതരത്തിലുള്ള അപരൻ, പുറത്തുനിന്ന് വരുന്നവരെ മാത്രമല്ല, കേരളത്തിനകത്ത് തന്നെയുള്ള ആദിവാസികളെയോ ദലിതരെയോ ഒക്കെ തന്നെ അത്തരത്തിൽ ആക്രമിക്കാം, അല്ലെങ്കിൽ മുസ്ലിങ്ങളായ ആളുകളെ ആക്രമിക്കാം എന്നുള്ളൊരു നിലയിലേക്ക് കേരളവും മാറിയിട്ടുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ശ്രീജിത്തും പറഞ്ഞതുപോലെ തന്നെ ഇത് അപരനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹം, നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ നിറഞ്ഞതും ഒക്കെയായുള്ളൊരു സമൂഹമാണ്. പലതരം മനുഷ്യർ നിറഞ്ഞൊരു സമൂഹത്തിൽ അപരനെ ഉൾക്കൊള്ളാനും അവനെ ജനാധിപത്യപരമായി അവനുമായി സഹവസിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലാതാക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം ഉത്തരേന്ത്യയിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കേരളമായി ഇനി തുടരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായും ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ മാത്രമല്ല, കേരളത്തിലെ പൗരസമൂഹവും രാഷ്ട്രീയ സമൂഹവും ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട അടിയന്തരമായൊരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് ആണ് ഈ ചർച്ചയിലൂടെ പറയാൻ കഴിയുന്നത്. നന്ദി ശ്രീജിത്ത്. എല്ലാവർക്കും